മോണ്ടി തേഴ്സ്ഡേ. യേശുദേവൻ തന്റെ 12 ശിഷ്യന്മാരോടൊപ്പം അവസാനത്തെ അത്താഴം പങ്കിട്ടതിന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. ഇതുമായി ബന്ധപ്പെട്ട് ലിയോനാർഡോ ഡാവിഞ്ചി വിഖ്യാതമായൊരു ചിത്രം വരച്ചിട്ടുണ്ട്, ദി ലാസ്റ്റ് സഫർ. ആ ചിത്രത്തെ ആസ്പദമാക്കി സാങ്കല്പികമെങ്കിലും ഒരു കഥ പ്രചരിച്ചിട്ടുണ്ട്. ഇതിന് യാഥാർത്ഥ്യവുമായി എത്രമാത്രം ബന്ധമുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ ഈ കഥ ഇന്നിവിടെ പറയുന്നതിൽ, ഈ കഥ കേൾക്കുന്നതിൽ പ്രസക്തിയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ബിലാലിന്റെ രാജാവാണ് ഡാവിഞ്ചിയോട് ഇത്തരത്തിൽ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ഡാവിഞ്ചി പറഞ്ഞു അത്രേ, യേശുവിന്റെ രൂപവും ഭാവവും എന്റെ മനസ്സിലുണ്ട്, പക്ഷേ 12 ശിഷ്യന്മാർ, മോഡലുകളെ നോക്കി മാത്രമേ ഞാൻ ചിത്രം വരയ്ക്കാറുള്ളൂ. അതുകൊണ്ട് മോഡലുകളെ അന്വേഷിക്കുവാൻ എനിക്ക് സമയം തരിക. 1495 ആ അന്വേഷണം ആരംഭിച്ചു. 11 ശിഷ്യന്മാരെയും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളവരെ പോലെ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു. പക്ഷേ യൂദാസ്, ഉള്ളിൽ പ്രതികാരം തിങ്ങുന്ന, അതേസമയത്ത് മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ലാത്ത ഒരാൾ, അത്തരം ഒരാളെ കണ്ടെത്താൻ ഡാവിഞ്ചിക്ക് സാധിച്ചില്ല. ചക്രവർത്തിയോട് ഡാവിഞ്ചി പറഞ്ഞു, എനിക്ക് ഈ ചിത്രം പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ചക്രവർത്തി പറഞ്ഞത്രേ, എന്റെ തടവറ പരിശോധിക്കുക, അവിടെയുണ്ടാവും കൊടും കുറ്റവാളികൾ, ഉള്ളിൽ പ്രതികാരം തിങ്ങുന്നവർ. ഡാവിഞ്ചി അന്വേഷിച്ചു, കണ്ടെത്തി ഒരു കൊടും കുറ്റവാളി. ആ കുറ്റവാളിയെ മുന്നിൽ മോഡലായി നിർത്തിക്കൊണ്ട് ഡാവിഞ്ചി തന്റെ ചിത്രരചന ആരംഭിച്ചു. അവിടെയാണ് ആ കുറ്റവാളിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് ഡാവിഞ്ചി കണ്ടത്. ബ്രഷ് താഴെ വെച്ച് അടുത്തേക്ക് പോയി തോളിൽ പിടിച്ചുകൊണ്ട് കണ്ണുനീർ തുടച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് കരയുന്നത്? ആ കുറ്റവാളി പറഞ്ഞു അത്രേ, താങ്കൾക്ക് ഒരു പക്ഷേ ഓർമ്മയുണ്ടാവില്ല, പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കുഞ്ഞായിരിക്കുന്ന കാലത്ത് എന്റെ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി താങ്കൾ മുമ്പ് ഒരു ചിത്രം പകർത്തിയിട്ടുണ്ട്. അന്ന് താങ്കൾ വരച്ച ചിത്രം ഉണ്ണിയേശുവിൻ്റെതായിരുന്നു. എന്റെ വീട്ടുകാരും നാട്ടുകാരും ഈ സമൂഹവും എല്ലാം ഇന്ന് എന്നൊരു യൂദാസാക്കി മാറ്റി എന്ന്. ഇന്ന് ഞാനിവിടെ പറയാൻ കാരണം, 4 പേരെ കൊന്നൊടുക്കിയ ഒരു വാർത്ത 4 ദിവസങ്ങളിലായി നമ്മൾ പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. കൊടും ക്രൂരമായ ഒരു കൊലപാതകം. ഇത് മാനസിക രോഗമാണെന്നും അല്ല എന്നും പലരും പറയുന്നു. നമ്മൾ ഇതൊന്നുമല്ല ചർച്ച ചെയ്യുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് 2020 ആകുമ്പോഴേക്കും യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മരിക്കുന്നത് മാനസികാരോഗ്യ പ്രശ്നത്തിന്റെ പേരിലായിരിക്കും എന്ന്. തീർച്ചയായും ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ യുവാക്കളിൽ, നമ്മുടെ കുട്ടികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കാം, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 1. അടിസ്ഥാനപരമായി മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ കുഞ്ഞും ഭൂമിയിൽ പിറന്നു വീഴുന്നത് നിഷ്കളങ്കമായ മനസ്സുമായിട്ടാണ്. ആ കുട്ടി കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും അറിയുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും എല്ലാമാണ് ആ കുട്ടി നാളെ എന്തായിത്തീരണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി നാളെ എന്തായിത്തീരണം എന്നുള്ള കാര്യത്തിൽ സമൂഹത്തിന്, മാതാപിതാക്കൾക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, നിങ്ങളുടെ കുഞ്ഞിനെ എന്നെ ഏൽപ്പിക്കൂ, അവൻ എന്തായിത്തീരണമെന്ന് എന്നോട് പറയൂ, അത് ഞാൻ ആക്കി തിരിച്ചു തരാം എന്ന്. ഓരോ കുട്ടിയുടെയും മനസ്സ് ഒരു ഹിമശില പോലെയാണ്. 10ൽ 1 ഭാഗം മാത്രമാണ് നാം പുറത്ത് കാണുന്നത്, ഉപരിതലത്തിൽ കാണുന്നത്. ബാക്കി 9 ഭാഗവും മറഞ്ഞിരിക്കുകയാണ്. ഇതാണ് അതിബോധ മനസ്സ്. ആ കുട്ടിയുടെ മനസ്സിലേക്ക് നമ്മൾ പതിക്കുന്ന കാര്യങ്ങൾ, ആ കുട്ടി കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ എല്ലാം ആ കുട്ടി പോലും അറിയാതെ അതിബോധ മനസ്സിൽ എഴുതി പിടിപ്പിക്കുന്നുണ്ട്. ഇതാണ് ആ കുട്ടിയെ ഭാവിയിലേക്ക് വാർത്തെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക. ഇനി 2, വീട്ടിലെ അന്തരീക്ഷമാണ് ഏറ്റവും പ്രധാനം. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ റോൾ മോഡലാക്കുന്നത് അച്ഛനെയും അമ്മയെയുമാണ്. വീട്ടിലെ അന്തരീക്ഷം സമാധാനപരമല്ലെങ്കിൽ കുട്ടിയുടെ മനസ്സ് സംഘർഷഭരിതമായിരിക്കും. അച്ഛനും അമ്മയും പ്രേമത്തിലല്ലെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ ഒരിക്കലും സ്നേഹം വിരിയുകയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്നേഹത്തോടുകൂടി മാതാപിതാക്കൾ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ആ കുട്ടിയിലും സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ. മാതാപിതാക്കൾ തമ്മിൽ പരസ്പരം കലഹിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത്, വഴക്ക് കൂടുന്നത് എല്ലാം കുട്ടി പ്രതികരിച്ചില്ലെങ്കിൽ പോലും ആ കുട്ടിയുടെ മനസ്സിൽ മുദ്രണം ചെയ്യപ്പെടും എന്നുള്ള കാര്യം മാതാപിതാക്കൾ മറക്കരുത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇനി 3, അടഞ്ഞ മുറിയിലെ ഇരുണ്ട ചിന്തകളല്ല, നേരെമറിച്ച് തുറന്ന മുറിയിലെ വിശാലമായ ചിന്തകളാണ് കുട്ടിയുടെ മനസ്സിൽ നിറയ്ക്കേണ്ടത്. വീട്ടിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, കുട്ടികൾ പലപ്പോഴും മുറിക്കകത്ത് കയറി വാതിലടച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് അണുകുടുംബമാണ്. കൂട്ടുകുടുംബത്തിന്റെ വ്യവസ്ഥയെല്ലാം മാറി.
പണ്ട് തുറസായ സ്ഥലത്ത് നമ്മൾ ഒരുമിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് കുട്ടികൾ പഠിക്കാനാണെന്ന് പറഞ്ഞ് മുറിയിൽ അടച്ചിരിക്കുന്നു. മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കുന്നില്ല. അതേസമയം വാതിൽ തുറന്നിട്ട് കുട്ടികൾ പഠിക്കട്ടെ, അവിടെ അച്ഛനും അമ്മയും ഇടയ്ക്ക് കടന്നു ചെന്ന് എന്താണ് അവർ ചെയ്യുന്നത് എന്ന് നോക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തമാശ പറഞ്ഞ് കുട്ടികളോട് കൂട്ടുകൂടി പുറത്തു വരികയാണെങ്കിൽ ഒരിക്കലും കുട്ടികൾക്ക് അതൊരു പരിഭവമാവുകയില്ല. 4. നമ്മളെല്ലാവരും ഒരു ചതുരത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. ഫോണിന്റെ സ്വാധീനം, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, അതിലപ്പുറം ടെലിവിഷന്റെ സ്വാധീനം. പണ്ട് കുട്ടികളോട് അമ്മമാർ പറയുമായിരുന്നു പ്രാർത്ഥിച്ച് കിടക്കണമെന്ന്. എന്തിനാണെന്ന് പറയുന്നത്? രാത്രി കിടക്കുന്ന സമയത്ത് എന്താണോ ചിന്തിക്കുന്നത് അതാണ് രാവിലെ വരെ അതിബോധ മനസ്സിട്ട് കശക്കുന്നത്. അവിടെയാണ് ഒരു കുട്ടിയുടെ മനസ്സിൽ വളർച്ചയുണ്ടാവുന്നത്. അതേസമയം രാത്രി സമയങ്ങളിൽ ടെലിവിഷനിൽ കാണുന്ന കൊലപാതകങ്ങളുടെയും മോഷണത്തിന്റെയും പോലീസുകാർ കള്ളനെ ആമം വെച്ച് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യം കുട്ടിയുടെ മനസ്സിൽ വരുമ്പോൾ ഒരു ക്രിമിനൽ മൈൻഡ് ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും അത്തരം പരിപാടികൾ കാണാൻ പ്രേരിപ്പിക്കാതിരിക്കുക. മറ്റൊന്ന്, കുട്ടികൾ നിർബന്ധമായും വായിച്ചുറങ്ങണം എന്ന് കുട്ടികളോട് പറയുക. പുസ്തകം വായിക്കട്ടെ ധാരാളം. അവിടെ അവർക്ക് കൊടുക്കേണ്ട പുസ്തകം എന്ന് പറയുന്നത് ആത്മകഥാസ്പർശമുള്ള പുസ്തകങ്ങളാണ്. ഒരുപാട് കഠിനാധ്വാനത്തിലൂടെ വളർന്ന വ്യക്തികളുടെ കഥകളാണ് വേണ്ടത്. അത് വായിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കും. രാവിലെ വരെ കുട്ടികളുടെ മനസ്സിൽ ഈ ചിത്രമായിരിക്കും പതിഞ്ഞിരിക്കുക. 5. ശാസ്ത്രത്തിന്റെ യാതൊരു അടിത്തറയുമില്ലാത്ത അന്ധവിശ്വാസങ്ങൾ കുട്ടികളുടെ മനസ്സിൽ കുത്തി നിറയ്ക്കാതിരിക്കുക. പ്രേതം, പിശാച്, ദൈവകോപം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു മാനസിക ശക്തിയുമില്ലാത്ത, മനോബലമില്ലാത്ത ഒരു കുട്ടിയെയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് എന്നുള്ള കാര്യം മാതാപിതാക്കൾ പ്രത്യേകം ഓർക്കുക. 6ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, മനസ്സ് തുറന്ന് സംസാരിക്കുക. നമ്മുടെ പ്രൈം ടൈം മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക. രാത്രി സമയത്ത് 1 മണിക്കൂർ നേരമെങ്കിലും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, തമാശ പറയുക. ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം ഓഫ് ചെയ്തു വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ചിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. ഇതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യം. കുട്ടികളെ അടുത്തറിയുക. അവരിൽ കൗമാരത്തിലേക്കും യുവത്വത്തിലേക്കും കടക്കുന്ന സമയത്ത് സ്വാഭാവികമായും മനസ്സിന് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ആ സമയത്തുണ്ടാവുന്ന അക്രമവാസന,